നമസ്കാരം. ഹോം സ്റ്റൈൽ ലൈഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് ടേം ഇൻഷുറൻസ് പറ്റിയും ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയും ആയിരുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഷുറൻസിൽ തന്നെയുള്ള സേവിങ്സ് പ്ലാനുകളെ പറ്റിയാണ്. സാർ, ഇൻഷുറൻസിലെ സേവിങ്സ് പ്ലാനുകളെ പറ്റി ഒന്ന് പറയാമോ? ഇൻഷുറൻസ് സെക്ടറിലെ സേവിങ്സ് പ്ലാനുകൾ പലതുമുണ്ട്. കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്ലാനുണ്ട്, പെൻഷൻ പ്ലാനുകളുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കോർപ്പസ് വെൽത്ത് ക്രിയേഷനായിട്ട് ഉള്ള പ്ലാനുകൾ ഉണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളനുസരിച്ചാണ് നമ്മൾ ഇൻഷുറൻസ് സേവിങ്സ് പ്ലാനുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളുടെ അടുത്തുള്ള ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് ഒരു പ്ലാനിൽ സേവിങ്സ് പ്ലാനിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ പ്ലാനുകളിൽ നിന്ന് നമ്മൾ ചേർന്നത് നിർബന്ധമില്ല. അത് ഓരോരുത്തരുടെ അവരുടെ ഫാമിലിയുടെ മെമ്പേഴ്സും അവരുടെ മെയിൽ ഫീമെയിൽ മെമ്പേഴ്സ് ഡോട്ടറാണോ സണ്ണാണോ എന്നുള്ള ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് എത്ര പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ എത്ര ആൺകുട്ടികളുണ്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. പിന്നെ എൻ്റെ അയൽവക്കത്തുള്ള ഒരാൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് അയാളുടെ ഏജും നമ്മളുടെ ഏജും കൂടി വ്യത്യാസം ഉണ്ടാകും. അപ്പം നമുക്ക് ഓരോ സ്റ്റേജിൽ പൈസ ആവശ്യം വരുന്നത് എൻ്റെ സ്റ്റേജിനെ ആയിരിക്കണ പോലെ ആയിരിക്കണം എന്നില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ റിലേറ്റീവിൻ്റെ ആവശ്യങ്ങൾ. അവരുടെ കുട്ടി ചിലപ്പോൾ എനിക്ക് 45 വയസ്സാകുമ്പോഴത്തേക്കും അവരുടെ കുട്ടിക്ക് ചിലപ്പോൾ എഡ്യൂക്കേഷൻ ആയിരിക്കും. പക്ഷേ നമുക്ക് 50 വയസ്സിലായിരിക്കും ചിലപ്പോൾ എഡ്യൂക്കേഷൻ വരുന്നത്, ചിലപ്പോൾ മാരേജ് വരുന്നുണ്ടാവും. അങ്ങനെ ഓരോ മൈൽ സ്റ്റോൺ നമുക്ക് നമ്മുടെ ലൈഫിൽ വരുന്നുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് വേണം നമുക്കൊരു ഇൻഷുറൻസ് പ്ലാൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനികളിൽ നമ്മുടെ ഇൻഷുറൻസ് സെക്ടറിലെ പല കമ്പനികളിലും പല ടൈപ്പ് പ്രൊഡക്ട്സ് ഉണ്ട്. അത് നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനിച്ചിട്ട് വേണം നമുക്കൊരു പ്ലാൻ നമ്മൾ ഡിസൈഡ് ചെയ്തെടുക്കാനായിട്ട്. ടേം ഇൻഷുറൻസിൻ്റെയും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയും ആവശ്യകതയെപ്പറ്റി കഴിഞ്ഞ 2 എപ്പിസോഡുകൾ കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ ഇൻഷുറൻസിലെ സേവിങ്സ് പ്ലാനുകളുടെ ആവശ്യകത എന്താണ്? നമുക്ക് സേവിങ്സ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മണി ഏൺ ചെയ്യുന്നു, ഒരു മാസം ഏൺ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ എത്ര ഏൺ ചെയ്യുന്നു, അതിൻ്റെ ഒരു 10 to 20% നമ്മളൊരു സേവിങ്സിലേക്ക് മാറ്റി വയ്ക്കണം. സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത് ആദ്യം പൈസ സ്പെൻഡ് ചെയ്യുന്നതിന് ശേഷമാണ് സേവിങ്സിലേക്ക് പോകാറ്. പക്ഷെ അത് ശരിക്കും ശരിയായ നടപടിയല്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഒരു എമൗണ്ട് സേവ് ചെയ്യുക, എന്നിട്ട് സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഓരോ മൈൽ സ്റ്റോണിലും നമുക്കൊരാവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണഗതിയിൽ ഒരു പൈസ നമ്മളൊരു സെർട്ടൺ എമൗണ്ട് ഒരു മാസം മാറ്റി വയ്ക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു പെയിൻഫുള്ളായിരിക്കും. കാരണം നമ്മൾ നേരത്തെ നമ്മളുടെ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സ്പെൻഡ് ചെയ്തിട്ട് അതിനുശേഷം സേവ് ചെയ്യുക എന്നുള്ള ഒരു ഹാബിറ്റാണ്. അതിൽ നിന്ന് നമ്മൾ റിവേഴ്സ് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത്. അപ്പോൾ റിവേഴ്സ് പോകുമ്പോൾ നമുക്ക് ആദ്യം നമ്മളൊരു പെയിൻഫുള്ളായിരിക്കും. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പൈസയെ കൂടുതൽ ഒരു എമൗണ്ട് സേവ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പൈസ ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമ്പോഴാണ് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പെയിൻഫുൾ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടിക്കൊടുക്കുമ്പോഴാണ് എൻജോയ് ചെയ്യുന്നത്. പിന്നെ സേവിങ്സ് പ്ലാൻ എന്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ എമൗണ്ട് ഒരു റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം, അതൊരു റിക്കറിങ് പോലെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു ഇൻഷുറൻസിൻ്റെ സേവിങ്സ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ അല്ല. അതിനകത്ത് ഒരു ലൈഫ് കവറേജ് ഉണ്ടാകും. ഒരു 10 ടൈംസോളം മിനിമം ലൈഫ് കവറേജ് നമുക്ക് അതിനകത്തുണ്ടാകും. 10 ടൈംസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 1,00,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ എന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ ഡേറ്റ് തൊട്ട് നമുക്ക് ഒരു 10,00,000 രൂപയുടെ ലൈഫ് കവറേജ് നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ഇൻകം നമുക്കത് ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, ഷെയറിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഗോൾഡിലായിക്കോട്ടെ, എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന റിട്ടേൺ എമൗണ്ട് നമുക്ക് ടാക്സബിൾ ഇൻകമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായൊരു ഇൻസ്ട്രുമെൻ്റാണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഒരിക്കലും ഒരു ബാസ്ക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യരുതെന്നാണ് നമ്മളെ ഇൻഷുറൻസ് എക്സ്പെർട്സും ഞങ്ങളും പറയുന്നത്. നമ്മൾ ഒരു 100 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മളതിന് കുറച്ച് പൈസ സെർട്ടൻ പെർസെൻറ്റേജ് ഇൻഷുറൻസിൻ്റെ സേവിങ്സ് പ്ലാനിലേക്കും
കുറച്ച് പൈസ നമുക്ക് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ, ഇക്വിറ്റി എക്സ്പോഷറിലെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ, അത് മ്യൂച്വൽ ഫണ്ട് ആകാം, ഷെയർ ആകാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് ഒരു EMI എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഒരു പർച്ചേസ് ചെയ്യാൻ പറ്റും, ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ വീടോ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ സേവിങ്സ് ആയിട്ട് നമുക്ക് മാറ്റാം. അത് പിന്നീട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഈ നമ്മൾ പിന്നെ റിക്കറിംഗ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടാണ് നമുക്ക് സേവിങ്സ്. ഇതിൽ ഇൻഷുറൻസിൽ കിട്ടുന്ന സേവിങ്സിൽ കിട്ടുന്ന റിട്ടേൺ കംപ്ലീറ്റ് എമൗണ്ട് ടാക്സ് ഫ്രീ ആയിരിക്കും. അത് 10(10)(D) എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലോസിൽ, ഇൻകം ടാക്സ് ക്ലോസിൽ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ ഇൻകം ടാക്സ് കുറച്ച് റൂൾസ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് 5 ലക്ഷത്തിൽ കൂടുതൽ ഒരു വർഷം ഒരു കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ടാക്സബിൾ ആകുന്നു. പക്ഷേ ചില കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള പ്രൊഡക്റ്റിനും അവർ സ്മാർട്ട് ലോൺ എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ടുള്ള എമൗണ്ട് മെച്യൂരിറ്റി കിട്ടുന്ന പ്ലാനുകളും പല കമ്പനികളും ഇറക്കിയിട്ടുണ്ട്. അത് IRDA അപ്രൂവ് ആയിട്ട്, അതായത് ഏത് പ്രോഡക്റ്റും നമുക്ക് ഇൻഷുറൻസിൽ ഇറക്കണമെങ്കിൽ IRDAയുടെ അപ്രൂവൽ വേണം. അത് അപ്രൂവ് ചെയ്തിട്ടുള്ള ഇറക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ലീഗലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പല കമ്പനികളും ഇറക്കിയിട്ടുണ്ട്, മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് സേവിങ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് അത് ഉപയോഗിക്കാനാണ്. അതായത് ചൈൽഡിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആകാം, നമ്മുടെ റിട്ടയർമെൻ്റ് ആകാം, ഒരു വീട് പർച്ചേസ് ചെയ്യുന്ന സമയത്താകാം. ആ സമയത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എമൗണ്ടായിട്ട് പിന്നീട് മാറും. പിന്നെ ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഒരു 2-3 വർഷമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇമ്മീഡിയറ്റ് ഇൻകം പ്ലാൻ എന്ന് പറഞ്ഞിട്ട്. നേരത്തെ നമുക്ക് ഇൻഷുറൻസിൽ സേവിങ്സ് പ്ലാൻ എന്ന് വെച്ചാൽ ഒരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷം മെച്യൂരിറ്റി, നമ്മൾ 20 വർഷം പ്രീമിയം അടയ്ക്കുക, എല്ലാ വർഷവും പ്രീമിയം റെഗുലറായിട്ട് അടയ്ക്കുക, അതൊരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ട് മെച്യൂരിറ്റി എമൗണ്ടാണ് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് ഈ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം, ഇന്നൊരു പ്രീമിയം അടച്ചു, ഈ വർഷം ഒരു പ്രീമിയം അടച്ചാൽ അടുത്ത മാസം തൊട്ട് നമുക്ക് ലോങ് ടൈമായിട്ട് ഇൻകം കിട്ടുന്ന പ്ലാനുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ പല രീതിയിലുണ്ട് പ്രൊഡക്റ്റുകൾ. ഒന്ന് ചില സമയത്ത് നമുക്ക് ഒരു കോൺസ്റ്റൻ്റായിട്ട് എമൗണ്ട് ഇയർലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ നമുക്ക് ഏത് മോഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്ക് മന്ത്ലി വേണമെങ്കിൽ അടുത്ത മാസം തൊട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ക്വാർട്ടർലി വേണമെങ്കിൽ ക്വാർട്ടർലി സെലക്ട് ചെയ്യാം, ഹാഫ് ഇയർലി വേണമെങ്കിൽ ഹാഫ് ഇയർലി നമുക്ക് ഇൻകം പേ ഔട്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇയർലി ആയിട്ടും പേ ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഇയർലി നമ്മൾ പേ ഔട്ട് കിട്ടുമ്പോൾ നോർമലി ഒരു 5 to 6% അഡീഷണൽ എമൗണ്ട് കിട്ടുന്നുണ്ടാവും. പക്ഷേ മന്ത്ലി ആകുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ആ മന്ത്ലി കിട്ടുന്ന എമൗണ്ട് ചില കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്നത്, ഞാനും സജസ്റ്റ് ചെയ്യാറുണ്ട്, പല കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഇൻഷുറൻസിൽ സേവിങ്സിൽ കിട്ടുന്ന ഒരു റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു 6 to 6.5% ആണ് നോർമലി ആവറേജ് റിട്ടേൺ കിട്ടുന്നത്. പക്ഷേ ആ ഒരു റിട്ടേൺ എന്ന് വെച്ചാൽ അതൊരു ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് ലോങ് ടൈമിലേക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിൽ പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നമുക്ക് ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ കിട്ടും അല്ലെങ്കിൽ ഷെയർസിൽ കിട്ടും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. മാർക്കറ്റ് അപ്രീസിയേഷൻ ഉണ്ടാകാം, ഡിപ്രീസിയേഷൻ ഉണ്ടാകാം, അതിനനുസരിച്ച് ഫണ്ടിൻ്റെ വ്യതിയാനങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇൻഷുറൻസിൽ സേവിങ്സ് പ്ലാനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ലോങ് ടൈമിലേക്ക് ഒരു അഷ്യൂർഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് എല്ലാ കമ്പനികളും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമുക്ക് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഉണ്ട്, ഒന്ന് പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞ പ്ലാനുകളുണ്ട്. പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാൻ എന്ന് വെച്ചാൽ കമ്പനികളുടെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ബോണസ് ഡിക്ലെയർ ചെയ്യുന്ന എമൗണ്ടിലായിരിക്കും. അതിൽ കുറച്ച് വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അത് ഒരു പ്ലസ്സും ആകാം മൈനസും ആകാം. പക്ഷേ നോർമൽ കേസിൽ മൈനസ് ആകാറില്ല. നോർമൽ കേസിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ എന്ന് വെച്ചാൽ ഒരു ബഫർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഫിറ്റിൻ്റെ എല്ലാ കമ്പനികളും പല കമ്പനികളും ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 100% ബോണസായിട്ട് അവർ ഡിക്ലെയർ ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കാറില്ല. അതിലൊരു ബഫർ വയ്ക്കും. കാരണം ഏതെങ്കിലും ഒരു വർഷം കമ്പനിക്ക് ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ പോലും അതിനെ ഓവർകം ചെയ്യാനായിട്ട് അവരൊരു ടെർമിനൽ ബോണസിന് വേണ്ടിയിട്ട്, അതൊരു ലാസ്റ്റ് ഫൈനൽ എമൗണ്ട് അത് നമ്മുടെ കയ്യിൽ ഇൻഷുറൻസ് കമ്പനികളിൽ അത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അത് ഫൈനൽ അവരുടെ ഒരു 10 ഇയർ അവരല്ലെങ്കിൽ മിനിമം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ടെർമിനൽ ബോണസ് എന്ന് പറഞ്ഞാൽ പല കമ്പനികളിലും അവർക്ക് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഒരു പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാനാണ്. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അഷ്യൂർഡ് ആയിട്ട് ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കും പറയുന്നത്. അത് അടുത്ത മാസം തൊട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഇൻകം ലൈഫ് ലോങ്, ഇപ്പോൾ 25 ഇയേഴ്സ് ആണെങ്കിൽ 25 ഇയേഴ്സ്, 30 ഇയേഴ്സ് ആണെങ്കിൽ 30 ഇയേഴ്സ്, അല്ലെങ്കിൽ 40 ഇയേഴ്സ്, 50 ഇയേഴ്സ്,
നമുക്ക് എത്ര വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഈവൻ 100 ഇയേഴ്സ് വരെയുള്ള ഇൻകമുള്ള പ്ലാനുകൾ അവൈലബിൾ ആണ്, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള എമൗണ്ട്. അത് കഴിഞ്ഞ് മെച്യൂരിറ്റിയിൽ നമുക്കൊരു അഷ്യൂർഡ് ആയിട്ടുള്ള എമൗണ്ടും അതിനകത്ത് പോസിബിളാണ്. അപ്പോൾ എന്തുകൊണ്ട് സേവിങ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഇൻഷുറൻസിൻ്റെ സേവിങ്സ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ റിട്ടേൺ കുറവാണ്, ഒരു ബ്ലോക്ക്ഡ് ആണെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യൻ എക്കണോമി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. ഒരു പവർഫുള്ളായിട്ട് നേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളുടെ ഇപ്പോൾ കിട്ടുന്ന ബാങ്കിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്കൊരു 10 ഇയേഴ്സ് ബാക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അല്ല ഇന്ന് കിട്ടുന്നത്. എന്നുവെച്ചാൽ അത് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ എക്കണോമിക്കലി ഡെവലപ്ഡ് ആകുമ്പോൾ നോർമലി ഇൻട്രസ്റ്റ് റേറ്റുകൾ ബാങ്കിലാണെങ്കിലും ബാങ്കിങ് ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. കുറയും എന്നല്ല പറയുന്നത്, കുറയാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ സേവിങ്സ് പ്ലാന്, ഇൻഷുറൻസിൻ്റെ സേവിങ്സ് പ്ലാനിൽ നമ്മൾ എന്താണോ അഷ്യൂർ ചെയ്യുന്ന എമൗണ്ട് അത് ത്രൂ ഔട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്കാണെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ പീരീഡ് ടൈമിൽ ഒരു ബാങ്കിങ് സെക്ടർ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രമാണ് ഇൻഷുറൻസിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് അവർ അനൗൺസ് ചെയ്യുന്നത്, അവർ ഡിക്ലെയർ ചെയ്യുന്നതും അത് നമുക്ക് അഷ്യൂർഡ് ആയിട്ട് തരുന്നത്. പക്ഷേ ആ ഒരു പീരീഡ് കഴിഞ്ഞ് ഒരു പുതിയ ഫിക്സഡ് ഡെപ്പോസിറ്റ് റിന്യൂ ചെയ്യുന്ന സമയത്ത് അന്നത്തെ എന്താണോ ബാങ്കിങ് സെക്ടറിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ആപ്ലിക്കബിൾ ആവുള്ളൂ. പക്ഷേ ഇൻഷുറൻസിൻ്റെ സേവിങ്സ് പ്ലാനിൽ അങ്ങനെയല്ല. നമുക്ക് 2-3 പോയിൻ്റാണ് ഒരു സേവിങ്സ് പ്ലാനിൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ സേവിങ്സ് പ്ലാനിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ള. ഒന്ന്, നമ്മൾ അടയ്ക്കുന്ന എമൗണ്ടിന് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്, 80C പ്രകാരം ബെനിഫിറ്റ് ഉണ്ട്. അത് നമുക്ക് അവെയിൽ ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഇൻകം ടാക്സ് റൂൾ പ്രകാരം ഒരു അവെയിലായിട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. അതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടാക്സിൻ്റെ 80C ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ഒരു 1.5 lakhs വരെ ഒരു വർഷം ഒരു കസ്റ്റമറിന് 1.5 lakhs വരെ നമുക്ക് 80C ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് കംപ്ലീറ്റ് മെച്യൂരിറ്റി എമൗണ്ട് കംപ്ലീറ്റ് ടാക്സ് ഫ്രീ ആയിരിക്കും. അതൊരു സെക്കൻഡ് ബെനിഫിറ്റാണ്. തേർഡ് ബെനിഫിറ്റ്, ഫ്രം ദ ഡേ 1 നമുക്ക് ലൈഫ് ഇൻഷുറൻസ് കവറേജ് നമുക്ക് പിന്നെ ത്രൂ ഔട്ട് ആ ടേം കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. പിന്നെ അതിനകത്ത് തന്നെ നമുക്ക് പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതായത് നമുക്ക് കവറേജ്, നമ്മൾ പ്രീമിയം അടയ്ക്കുന്ന കാലാവധിയിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഒരു 10 ഇയർ പ്ലാനാണ് നമ്മൾ എടുത്തേക്കണം. ഒരു 3 ഇയർ കഴിയുമ്പോൾ നമുക്ക് ഡെത്ത് സംഭവിച്ചു പോയി, നമ്മൾ അടയ്ക്കുന്ന ആൾക്ക് ഡെത്ത് സംഭവിച്ചു പോയി, നമുക്ക് ഇമ്മീഡിയറ്റ് കവറേജ് നമുക്ക് എത്രയാണോ 10 times, അതായത് ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ 10 lakhs കവറേജ് ഇമ്മീഡിയറ്റ് നമ്മുടെ നോമിനിക്ക് കൊടുക്കുകയും അതിനുശേഷം ഫ്യൂച്ചറിൽ അടയ്ക്കാനുള്ള ഇൻഷുറൻസിൻ്റെ പ്രീമിയം കമ്പനി അടയ്ക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ബെനിഫിറ്റ് നമ്മൾ ഓഫർ ചെയ്ത എന്താണോ ബെനിഫിറ്റ് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാനുകൾ സേവിങ്സ് പ്ലാനിലുണ്ട്. ഇത് നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തന്നെ പല കസ്റ്റമേഴ്സിന് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് നമുക്ക് ഈ കിട്ടുന്ന മന്ത്ലി ഇൻകം നമ്മളിപ്പോൾ പ്രീമിയം അടയ്ക്കുന്നു, നമുക്കിപ്പോൾ അത്ര അത്യാവശ്യമില്ല, നമ്മളൊരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സേവിങ്സ് ചെയ്യുന്നത്, ആ എമൗണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. അത് നമുക്ക് നമ്മളുടെ ഇത് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് സമീപിച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. അല്ലെങ്കിൽ ഇൻഷുറൻസിൽ തന്നെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. അതും മാർക്കറ്റ് എക്സ്പോഷർ കിട്ടുന്ന പ്ലാനുകളാണ്. നമുക്ക് ഈ കിട്ടുന്ന എമൗണ്ട് നമുക്കൊരു വേറൊരു യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ മന്ത് ഓൺ മന്ത് നമുക്കൊരു ഷെയറിൻ്റെ യൂണിറ്റ്സ് വാങ്ങാനായിട്ടും ഓൺലൈൻ വാങ്ങാൻ ഇപ്പോൾ എല്ലാം കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ പർച്ചേസ്, നമുക്ക് ട്രേഡിംഗ് ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് മന്ത്ലി നമുക്ക് കിട്ടുന്ന എമൗണ്ട് വെച്ച് ഇക്വിറ്റി എക്സ്പോഷർ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾക്ക് കിട്ടുന്ന റിട്ടേണിൽ നിന്ന് നമുക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലെ നമുക്കൊരു വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, ഒരു സേവിങ്സ് പ്ലാനായിട്ട് നമുക്ക് മാറ്റാനും സാധിക്കുന്നുണ്ട്. അത്രത്തോളം പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതാണ് സേവിങ്സ് പ്ലാനിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സേവിങ്സ് പ്ലാനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പോയിൻ്റാണ് ഞാൻ പറഞ്ഞ 3 പോയിൻ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാൻ. ഒന്ന്, നമുക്ക് അടയ്ക്കുന്ന എമൗണ്ട് ടാക്സ് ഫ്രീ, നമുക്ക് റിട്ടേൺ കിട്ടുന്ന എമൗണ്ട് ടാക്സ് ഫ്രീ, പിന്നെ നമുക്കൊരു ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ഓക്കെ സാർ, ഞാനാകെ 2 ചോദ്യം മാത്രമേ സാറിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ഒരു 10 മിനിറ്റിലേറെ അതിനെപ്പറ്റി കൃത്യമായി സംസാരിച്ചു. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നതും മനസ്സിൽ പോലും ഇല്ലാതിരുന്നതുമായ പല കാര്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം തന്നു. ഇൻഷുറൻസ് മേഖലയിലുള്ള നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത എപ്പിസോഡുകളിൽ അതിനുള്ള ഉത്തരവുമായി ഞങ്ങൾ വരുന്നതാണ്. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് മറക്കല്ലേ.